കൊല്ലം ഇന്ത്യൻ ITRP ചിദംബരത്തിന്റെ ആസ്തി നോക്കാം. 12 കൊട്ടാര വീടുകൾ, 40 കൂറ്റൻ മാളുകൾ, 16 സിനിമാ തിയേറ്ററുകൾ, 3 ഓഫീസുകൾ. കേരളത്തിലും രാജ്യത്തുമൊക്കെയുള്ള വാസൻ കണ്ണാശുപത്രി ഇദ്ദേഹത്തിന്റേതാണ്. 500 ആശുപത്രികൾ, തമിഴ്നാട്ടിൽ 300 ഏക്കർ ഭൂമി, രാജസ്ഥാനിൽ 2000 ആംബുലൻസ് ബിസിനസ്, ബ്രിട്ടനിൽ 88 ഏക്കർ ഭൂമി, 3 വൈൻ ഫാമുകളും കുതിര ഫാമും ആഫ്രിക്കയിൽ, ശ്രീലങ്കയിൽ 3 റിസോർട്ടുകൾ, അമേരിക്കയിലെ 3 വീടുകൾ, ഗോൾഫ് മൈതാനങ്ങൾ, ടെന്നീസ് കോർട്ടുകൾ, സിംഗപ്പൂരിലും ഫിലിപ്പീൻസിലും നിക്ഷേപം. ഇതെല്ലാം CBI കണ്ടെത്തിയ കാര്യങ്ങളാണ്. ഇതെല്ലാം ഇന്ത്യയുടെ ഭരണത്തിലിരുന്ന് ഉണ്ടാക്കിയതാണ്. രാജ്യം കൊള്ളയടിച്ചതാണ്. 60 കൊല്ലം രാജ്യം ഭരിച്ച എല്ലാ ആളുകളുടെയും വരുമാനവും ആസ്തിയും ഇത്തരത്തിൽ ചികഞ്ഞാൽ ഇന്ത്യ എന്തുകൊണ്ട് വികസിക്കാതെ പോയി എന്നതിന് ഉത്തരം ലഭിക്കും. ഇതിനിടെ BJP രാഷ്ട്രീയ വിമർശകൻ TG മോഹൻദാസിന്റെ ട്വീറ്റ് വന്നിരിക്കുന്നു. ഏറെ വിവാദമായ ട്വീറ്റ് ഇങ്ങനെയാണ്: സ്വന്തം മകളെ കൊലപ്പെടുത്തിയ കേസിൽ ചിദംബരത്തിനെതിരെ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ഇന്ദ്രാണി മുഖർജി മൊഴി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ചിദംബരം നടത്തിയ ലൈംഗിക ചൂഷണവും മോഹൻദാസ് പുറത്തുവിട്ടിരിക്കുന്നു. ഇന്ദ്രാണിയുടെയും 2 ടെലിവിഷൻ അവതാരകരുടെയും ശരീരം ചിദംബരത്തിന് കൈക്കൂലിയായി നൽകിയെന്നാണ് ഇദ്ദേഹം പറയുന്നത്. കൂടാതെ 5 കോടി രൂപ ഇന്ദ്രാണിയിൽ നിന്നും കോഴ വാങ്ങിയെന്നും പറയുന്നു. ഈ അധമനായിരുന്നു നമ്മുടെ ധനമന്ത്രി എന്നോർക്കണം എന്നും മോഹൻദാസ് ട്വീറ്റ് ചെയ്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.